നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയെ എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഈ പ്രതികരിക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാതിരിക്കാൻ വഴിയില്ല. കാരണം എന്നെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ മിക്കവരും. അപ്പോൾ അവരൊന്നും കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാത്തവരാണെങ്കിൽ അവരുടെ കണ്ണിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടിട്ട് വരാം. വരെ പോയിട്ടും ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മള് ഈ 18ാമത്തെ ദിവസം പോലും തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അർഹതപ്പെട്ടാണ് നമ്മൾ രാവും പകലും പഠിച്ച് നേടിയ റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് കൊടുക്കാതെ 10-50 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ CJP സമരത്തിൽ നമ്മൾ കണ്ടു സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത് പുറത്ത് വരുന്നത്. അങ്ങനെ അതുപോലുള്ള സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അത് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? സർക്കാരിൽ നിന്ന് ഉള്ളവരെങ്കിലും തിരിഞ്ഞു നോക്കണമല്ലോ. കാരണം ഇവിടെ നിന്ന് ഡൽഹി പോകാൻ അവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ലല്ലോ ഇവിടെ വരാൻ. പകലില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. ഞങ്ങളൊക്കെ സ്വപ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ ഇത്രയധികം ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും അടുത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരാരും എന്താ പ്രതികരിക്കാത്തെന്നുള്ള ഒരു വലിയ കരിങ്കല്ല് ചുമന്നാണ് സാർ ഇറാഖ് ലിസ്റ്റ് പഠിച്ച് ഇറാഖ് ലിസ്റ്റ് ഉള്ളത്. സാർ രാത്രി 1 മണി വരെ 2 മണി വരെ തലയിൽ വെള്ളം കോരി കിട്ടിയെന്ന് പഠിച്ചാണ് സാർ ഇറാഖ് ലിസ്റ്റ് വന്നത്. ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് ചിലരൊക്കെ ചൂസ് ചെയ്യാവുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഈ നീറ്റിൻ്റെ എക്സാമിനെ കുറിച്ച് പ്രതികരിച്ച സെലിബ്രിറ്റീസും അവിടെ പോയി പ്രതികരിച്ച സെലിബ്രിറ്റീസും രഞ്ജിനി ഹരിദാസിനെ പോലുള്ള സെലിബ്രിറ്റീസും ഒക്കെയുണ്ട്. അവരാരും അവരുടെ മൂക്കിൻ തുമ്പത്ത് കിടക്കുന്ന ഈ കാഴ്ചകളൊന്നും കാണാതെ പോകുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഡോക്ടർമാരെ പോലെ എൻജിനീയർമാരെ പോലെ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് ഇവരൊക്കെ. അതായത് നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരും എൻജിനീയർമാരും വേണം എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാര്യങ്ങൾക്ക് ഇതുപോലെ LD ക്ലർക്കും UD ക്ലർക്കും പോലീസുകാരും SIമാരും അല്ലെങ്കിൽ നേഴ്സുമാരും ആശാപ്രവർത്തകരും ഒക്കെ ആവശ്യമാണ്. ഇവരുടെ ഒന്നും സമരം ഇവരുടെ മൂക്കും തുമ്പത്തല്ലേ കണ്ണിന് മുന്നിൽ കാണുന്ന ഈ സമരങ്ങളൊന്നും അവരുടെ കണ്ണിൽ പിടിക്കുന്നില്ല. അവരൊക്കെ നീറ്റ് എക്സാം വേണ്ടിയുള്ള കുട്ടികൾക്ക് എക്സാം നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന് കുട്ടികളും അവരുടെ പേരൻസും അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. അവരാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ലാഭത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയോ കൂടി നടക്കുന്ന ഒരു അക്രമാസക്തമായ പരിപാടികളാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ സോനം വാങ്ചുക്കിന് ഏകദേശം കാര്യം പിടികിട്ടി. പുള്ളിക്ക് അവിടെ നിന്ന് മാറി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കാര്യങ്ങൾ പിടികിട്ടിയത്. അദ്ദേഹം എന്തായാലും ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഇതിനകത്തൊന്നും തന്നെ അഭിജിത്ത് ദീപ്കയുടെ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നില്ല. അയാൾ ഒരു ദിവസം 19-ാം തീയതി ഈ നിരാഹാര സമരം തുടങ്ങുന്നു, 20-ാം തീയതി തൊട്ട് പ്രക്ഷോഭം തുടങ്ങുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളി ഈ ശരിക്കും നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ആണെങ്കിൽ അതൊന്നും റിപ്പോർട്ട് ചെയ്യണ്ടില്ല, അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചല്ല ശരിക്കും എന്ന് പറയാനുള്ളത്. ഈ പാവങ്ങളുടെ കണ്ണീര് കാണാൻ ഒരു മനുഷ്യരില്ല. ഇവരെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ ഒരാൾ പോലും ഈ സമയത്തില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ 2 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും അവരുടെ അച്ഛനും അമ്മയും എല്ലാം ഉള്ള സമയത്താണ് ഞാൻ വളരെ പാടുപെട്ട്, അതായത് ഇവിടുന്ന് പത്തനംതിട്ട വരെയൊക്കെ യാത്ര ചെയ്ത് പോയി പഠിച്ച് ആണ് 476 എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് LD ക്ലർക്ക് എത്തിയത്. പക്ഷേ എന്നിട്ടും എനിക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടിയില്ല. ആ സമയത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ കാരണം മാണി ഈ ധനമന്ത്രിയായിരുന്ന സമയത്ത് 2 പ്രാവശ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ആ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. അതേപോലെ തന്നെ സൂപ്പർ ന്യൂമറിയായിട്ട് ഇതിൽ നിന്നെടുത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ റിസർവേഷനൊന്നും ഉള്ള ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എന്നെക്കാട്ടിലും എത്രയോ മാർക്ക് കുറഞ്ഞ് എത്രയോ പേര് മുമ്പിൽ പോയിട്ടും എനിക്ക് ജോലി സാധിച്ചില്ല. അപ്പം ഇവരുടെ ബുദ്ധിമുട്ട് അത്രമേൽ മനസ്സിലാക്കുന്ന ഒരാളാണ്. കാരണം ഇതിൽ പലരും നമുക്ക് കണ്ടാൽ അറിയാം, ഇവരിൽ പലർക്കും ഇനി ഒരു എക്സാം പോലും എഴുതാനുള്ള വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ലാസ്റ്റ് എക്സാമും അല്ലെങ്കിൽ ലാസ്റ്റ് ലിസ്റ്റും ഒക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ് പലരും. അവരൊക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ എക്സാം എഴുതുകയും ഈ PSCയിൽ ഒരു ലിസ്റ്റിൽ ഇതുപോലെ റാങ്കിൽ എത്തിപ്പെടുകയൊക്കെ ചെയ്ത് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർ ഈ മുട്ടിലെഴയുന്നതും ഉപ്പിൽ നിൽക്കുന്നതും മണ്ണ് വാരി തിന്നതും നോക്കുന്നതും മനസ്സിലാവാത്ത ഇവരൊക്കെ സിനിമയ്ക്കകത്ത് ഇതൊക്കെ ഭയങ്കര കാരുണ്യവും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ജീവിതത്തിൽ വരുമ്പോൾ ഇതുപോലെ ഈ പറയുന്ന
ഇരട്ടത്താപ്പ് കാണിക്കുമ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കുഞ്ചാക്കോ ബോബനെ പോലെയും ഡൊവിനോ തോമസിനെ പോലെയും ഒക്കെയുള്ളവർ ഇതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള അവരുടെ ആരാധകരായിട്ടുള്ളവർക്ക് നമുക്കൊരു വിഷമം ഉണ്ടാകും. അവരെന്തുകൊണ്ടാണ് ഇതൊന്നും കാണാതെ പോകുന്നുള്ളൊരു വിഷമം. ആ ഒരു വിഷമത്തിൻ്റെ പുറത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തത്. കാരണം എനിക്കറിയാം ഈ PSC ലിസ്റ്റിലുള്ള ആൾക്കാരുടെ വിഷമം നന്നായിട്ട് മനസ്സിലാവുന്ന ആളാണ് ഞാൻ. 5-8 ലിസ്റ്റിലുണ്ടായിട്ടും ഈ പറഞ്ഞ ജോലി കിട്ടാതെ, അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് എനിക്ക് LD ക്ലർക്കായിരുന്നു, അതും കിട്ടിയില്ല. അതേപോലെ തന്നെ ഉള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അവരുടെ വിഷമം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അവരുടെ ജീവിതത്തിലെ ലാസ്റ്റ് അത്താണിയാണിത്. ഇവർക്കൊന്നും എന്നെപ്പോലെ ആയിരിക്കില്ല, ഇവർക്കൊന്നും പിന്നീടൊരു വരുമാനത്തിനുള്ള ഒരു മാർഗവും ഉള്ളവരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റീസാണ്, നിങ്ങൾ എന്നെപ്പോലെ തന്നെ എന്ത് പറയാൻ നിങ്ങൾക്കും അവകാശമുണ്ട്, നിങ്ങളെപ്പോലെ ഒരു അഭിപ്രായം പറയാൻ എനിക്കും ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന എന്നെപ്പോലുള്ള അഭിപ്രായം പറയുമ്പോൾ ശ്രീമതി ടീച്ചർ എന്ന് കരഞ്ഞ കരച്ചിലൊന്നും അതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി കരച്ചിൽ കരയേണ്ട അവസ്ഥ നമുക്ക് വരും. കാരണം അതിനകത്ത് വരുന്ന ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ. അപ്പോൾ ശ്രീമതി ടീച്ചർ എന്ന് കഴിഞ്ഞപ്പോൾ അത് ചാനലുകളെല്ലാം ഒപ്പിയെടുത്ത് അത് അവരുടെ ആ നെഞ്ചിലേറ്റുന്ന കണ്ടു അവരുടെ വിഷമം. പക്ഷേ അപ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പം ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ്, നീ എവിടെ നിന്ന് വന്നതാണ്, പിന്നെ ആയും മായും കായും പൂവും കൂട്ടി തെറിയാണ് വരുന്നത്. ആ തെറിയൊക്കെ കേട്ടിട്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ശ്രീമതി ടീച്ചറിൻ്റെ ബുക്കണ്ണീരിൻ്റെ മുമ്പിലായിട്ട് ആൾക്കാർ പോയിന്ന് ബൈറ്റ് എടുക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, രാവിലെ എന്നും പത്രം വായിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഇൻഫർമേഷനാണ് എനിക്കും കിട്ടുന്നത്. ഞാനും ഇതൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അത് വരുന്ന വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ഫേക്ക് എന്താണ്, ശരിയായിട്ടുള്ള എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്യാവുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് സെലക്റ്റീവ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഈ സിനിമയിലൊക്കെ ഇത്ര കാരുണ്യവും മറ്റൊക്കെ വാരി വലിച്ചെഴുതുന്ന ആൾക്കാർ ജീവിതത്തിൽ അതൊന്നും അല്ലാതെ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ തട്ടിയിട്ടാൽ നിങ്ങൾക്ക് ഇത് കാണാതെ അങ്ങ് പോകാം. അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വെറുതെ വന്ന് നിങ്ങളുടെ മഹത്തായ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സമയം എന്നെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഉപയോഗിക്കാതെ വിട്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്നെപ്പോലെ അല്ലെങ്കിൽ ഇവരെപ്പോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി.